ലഗൂസേ നല്ല പണിയിലാന്നല്ല. തേങ്ങ ഒരിക്കണം. നമ്മടെ അമ്മമ്മേൻ്റെ അടുത്ത് വന്നിട്ടാ ഇല്ല കേട്ടാ. അമ്മമ്മേ, ഓ ഇതൊന്നും തേങ്ങയാ. ഇതിന്റെ വലിപ്പം നോക്കറാമ, വലിയ മത്തങ്ങ വലിയുണ്ട്. എന്നാണ് തുമ്മാൻ തോന്നിയെന്ന്? തുമ്മാൻ തിന്നല്ലോ അല്ലേ. അപ്പൊ അമ്മയും ഞാനും എല്ലാം അമ്മമ്മേൻ്റെ അടുത്ത്, അമ്മമ്മേൻ്റെ വീട്ടിലായില്ലേ. അപ്പൊ ഇവിടെ അമ്മമ്മക്ക് കുറച്ച് തേങ്ങ ഒരിക്കാനുണ്ട്. അപ്പൊ അമ്മ രാവിലെ വന്നിന്, ഞാനിപ്പം വന്നിനത്ര. അമ്മമ്മ തേങ്ങ പിടിച്ച് പൈസക്കരിയാവും. ഇപ്പൊ ഇതിനെ പീടിയെ കൊണ്ടേ വിൽക്കാനുള്ള പരിപാടി. അവൻ വിൽക്കാൻ പോകുമ്പോ ഞാൻ വരാട്ടാ. പങ്കൊന്നും വേണ്ടപ്പാ, ഞാൻ വെറുതെ പറഞ്ഞാലാണ് അമ്മമ്മ അല്ലേ. ചാടിച്ച ഒന്ന് പലഹാരാക്കി പറങ്കിക്കിഴങ്ങ്, അങ്ങനത്തെ കിഴങ്ങെല്ലാം ഭയങ്കര ഇഷ്ടം. കപ്പ കിഴങ്ങ്, താളം കിഴങ്ങ്. നമ്മളതെല്ലാം പന്നി അയ്യം കൊണ്ടുപോയി. പന്നിയാന്നോ അയ്യനാന്നോ അറിയില്ല. കൊണ്ടുപോയി താളും കൊണ്ടുപോയി, കപ്പയും കൊണ്ടുപോയി. മണ്ണിന് ഭയങ്കര ഉറപ്പ്. പറങ്കിക്കിഴങ്ങ് പറഞ്ഞാല് മധുരക്കിഴങ്ങാന്ന് കേട്ടാ. ഇവിടെ പറങ്കിക്കിഴങ്ങ് എന്നാ പറയല്. ചക്കരക്കിഴങ്ങ്. ലഘുസരെ തേങ്ങ ഉരിയിലാണ്. അപ്പൊ അച്ഛനെ ഇതിന്റെ ഇടക്ക് പിടിച്ചോണ്ടെന്നെയാന്ന്. 2-3 ദിവസമായി അമ്മ ബക്കറ്റിൽ കിടന്നിട്ട് നീന്തുന്നു. അപ്പൊ അമ്മ രാവിലെ വരുമ്പോ കഴിച്ചലിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. തൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ. എന്നാ മുറിക്കാം നമുക്ക്. ഇപ്പൊ വെണ്ണീരെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടാ. ഇതൊരു വഴുതല ഉണ്ടാവും, അതുകൊണ്ട് വെണ്ണീരെല്ലാം കൂട്ടിയിട്ട് വേണം മുറിക്കാൻ വേണ്ടിയിട്ട്. അമ്മ അതിന്റെ തോല് വരിക്കുന്ന നല്ല ചൂളി കളിയുന്നു. നമ്മ ചൂളി കളഞ്ഞിട്ട് ആക്കിയിട്ടാകുമ്പോ കൊറേ അതെ. നമ്മ ഇങ്ങനെ ചൂളി കളിയുന്ന വീണ്ടും അധികം ചൂളി കളഞ്ഞിട്ടല്ല ആക്കല്ലേ. എനിക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് ഇതിന്റെ തോല് വലിക്കണം, തോല് വലിച്ചാൽ ആ കട്ട ചോയെല്ലാം പോകുന്നു. അതെ അതെ. മടയമൂസിന്റെ തോല് വലിക്കണപ്പാ, വലിക്കാണ്ട് രസമുണ്ട്. അതെ. നമുക്ക് ഔഷധ ഗുണം കളയണ്ട, നമുക്ക് ചൂളി കളഞ്ഞിട്ട് അമ്മമ്മ വരച്ച. ഞാനപ്പോ നല്ല കല്ലുപ്പും വിനാഗിരിയെല്ലാം ഇട്ട് കഴുകിട്ട് തന്നെ ആക്കല്. കഷ്ണം കഴിക്കുന്നതിന് പോട്ടെ അലക്കുന്നല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഓരോല്ല കല്ലുണ്ടാവില്ലേ, അതിനടുത്ത് വരച്ചാൽ അതിൻ്റെ ഇതെല്ലാം പോവും. അപ്പൊ അമ്മമ്മേരെ കത്തി എനക്കേ മുറിക്കാനാവൂര് പറഞ്ഞിട്ട് തന്നെ മുറിക്കാനൊന്നും വിടുന്നില്ല കേട്ടാ. ഓ നേരത്തെ മുറിക്കുന്നവരങ്ങനെ പറഞ്ഞു, എന്റെ കത്തി നിനക്കാവൂല. അമ്മ ഭയങ്കര ഫാസ്റ്റാണ് എല്ലാത്തിനും. മീൻ പിടിക്കാൻ പോകുമ്പോ ഇപ്പളെ ചോറിക്കണ്ട പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് വെക്കാൻ പറയും. അപ്പൊ മീനും കൊണ്ട് വരും. മീനും കൊണ്ട് വന്നാടും മുറിച്ച് കറിയാക്കിയിട്ട് എൻ്റെ മോളെ അച്ചാച്ചന് കൊടുക്കും. ചോറുണ്ടിട്ട് കിടക്കും. മുമ്പെല്ലാം മീനും കൊണ്ട് പോകുമ്പോ മീൻ പിടിക്കാൻ പോകുമ്പോ അരച്ചു നോക്കൂലേ, മുമ്പെല്ലാം അമ്മിയിലല്ലേ. അപ്പൊ ഇതാ അമ്മമ്മേന്റെ വീട് ഇടാച്ചാല് നമ്മളെ വീട് ഇതാന്ന് കേട്ടാ. നമ്മളെ മുന്നത്തെ വീടുണ്ടായിനി, ഞാൻ ചെറുതു മുതലേ ഇവിടെ ഉണ്ടായിനി. ഇപ്പൊ നമ്മ അത് വിറ്റിട്ടാണ് നമ്മളെ കണിയാങ്കുന്നിലേക്ക് പോയതല്ലേ അമ്മമ്മ. എന്നാൽ അച്ഛൻ മീൻ പിടിക്കാൻ പോയാൽ അമ്മമ്മയോട് പറയുന്ന കാര്യമാണ് അമ്മമ്മ പറഞ്ഞത്. അച്ഛൻ പോകുമ്പോ പറയും, പറയട്ടി ഞാൻ വന്നിട്ട് ചോറ് കഴിച്ചാൽ മതി, മീനും കൊണ്ടേ വരില്ല അച്ഛൻ പോയി കഴിഞ്ഞാൽ. അന്നേരം എന്തായാലും പോയാൽ കിട്ടും. ഇപ്പം ഇടക്കിടക്ക് അച്ഛന് കിട്ടലൊന്നുമില്ല. ഇപ്പം 2-3 പ്രാവശ്യമായിട്ട് ഇപ്പം കിട്ടലുണ്ട് കഴിച്ചല്. അമ്മ ഞാൻ ദിവസം മുരിക്കാമ്മ.
അപ്പൊ അമ്മ ആയുധം കൈമാറിയിട്ടുണ്ട്. ഇപ്പൊ പാരകളായ പിന്നെ നല്ല സുഖമല്ല അമ്മ ഉരിക്കാൻ വേണ്ടിട്ട്. മുമ്പേ ഈ കത്തിയാലോണ്ട് കൊത്തി വേണ്ട ഉരിക്കാൻ. എനിക്ക് അതൊന്നും ഉരിക്കാനൊന്നും അറിയില്ല. അന്നേരം നമ്മളെ വീട് ഉണ്ടാകുമ്പോ ആടെ നമ്മളെ ബിന്ദുച്ചിയുടെ വീട്. അന്നേരം അമ്മ പണിക്കുപോയാലും ചെറുതിലേ ഞാൻ ചോറും കറി ഉണ്ടാക്കും. പക്ഷെ തേങ്ങ ഉരിക്കാൻ അറിയില്ല. എന്റെ വീട് വിളിക്കും ബിന്ദുച്ചേ തേങ്ങ ഉരിച്ചു തരും. എന്നിട്ട് വന്നിട്ട് ഉരിച്ചു തരും. തേങ്ങ ഉരിച്ചു തരുമോ അരി ഓർത്ത് തരുമോന്നല്ലോ അല്ലേ. ചോറ് വാർക്കാനും അറിയില്ല. ചോറ് വാർക്കാനും വിളിക്കും. അമ്മമ്മക്ക് അന്നേരം ഹോട്ടൽ ഉണ്ടായിരുന്നു. അമ്മമ്മ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല, ഹോട്ടലിലായിരിക്കും ഉണ്ടാവില്ല. അന്നേരം എനിക്ക് ബിന്ദുച്ചിയാണ് എല്ലാം ആക്കി തരല്. പിന്നെ ഇടാട്ട് പോയാൽ പിന്നെ തേങ്ങ ഉരിക്കാൻ പഠിച്ചിന്. അതിനെ കൊണ്ട് ഇങ്ങനെ കൊത്തിയിട്ട് അവിടെ നിന്ന് വസന്തമ്മേനെ ഉരിച്ചു തരും. പിന്നെ കുറേ നാളെ ഞാൻ ചെറുതായിട്ട് പഠിക്കണ്ട്. അങ്ങനെ കൊത്തി ഉരിച്ച് പഠിച്ച്. പിന്നെ ഞാൻ പാര വാങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ടീ ടൈം ആണല്ലോ അമ്മ. ടീ ടൈം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. മെയിനായിട്ട് പണിയെടുക്കുന്ന ആൾ ഇയാളാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു 10-25 തേങ്ങ ഉരിച്ചു കൊടുത്തു. വേഗൂസ് വിടുന്നില്ല. നമ്മ ചായ കുടിക്കുന്നു മുണ്ടിക്കാന്ന് കൊണ്ടുവന്ന ആവില് നിർമ്മലും പിന്നെ നമ്മളെ ഇവിടുന്ന് മുണ്ടേക്കാന്ന് കിട്ടുമല്ലേ? എത്ര അമ്മ? ലാഭം 18 അടിയന്തത്തിന് നമുക്കും കിട്ടിയിട്ടുണ്ടായിന്. അതിൽ പോകുവാനെ പകുതി ആക്കി തോന്നല്ലേ തിന്നിട്ട്. നമ്മയും തിന്നതിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ട് ഞാൻ വീശ തിന്നിന്. ഇന്നലെ വീശ തിന്നിനല്ലോ അവര്. എന്താവില്ല നമുക്കാർക്കും വരല്ലേ. അപ്പൊ ഇത് പറങ്കിക്കിഴങ്ങുണ്ട്. ആ എന്താ അമ്മമ്മേന്റെ പറങ്കിക്കിഴങ്ങ്, പഴവുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. കട്ടൻ ചായയും ഉണ്ട്. പിന്നെ ഇതില് അമ്മമ്മ പഞ്ചസാരയും പിന്നെ ഇളനീരാണ് കേട്ടോ ചരിയിട്ടിന്. അതുകൊണ്ട് നല്ല രസമുണ്ട് തിന്നാൻ വേണ്ടിട്ട്. കുറച്ച് പൂളി ഇട്ടിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ചായ കുടിക്കലാണ് അമ്മമ്മയുടെ അടുത്ത് വന്നിട്ട്. ഇവിടെ അമ്മേനെ ഒരു പൂച്ചക്കുഞ്ഞുണ്ട്. നമ്മളന്ന് കൊണ്ട് കൊടുത്തിട്ട് ആ പൂച്ചക്കുഞ്ഞ് വലുതായി കുറച്ച്. അച്ഛൻ ഇപ്പൊ അത്ര എരിവ് വേണ്ട. നിങ്ങൾക്ക് ഞാൻ നല്ല എരിവാക്കിട്ട് കുറച്ച് വെള്ളീരാണ് ചുമ്മാ ഇട്ടിച്ച് അമ്മക്ക് നല്ലോണം എരിവരുമ്പോ എനിക്കും നല്ല ഇങ്ങനെ എരിവാണ്. അന്നേരം നല്ല ടേസ്റ്റ് ഉണ്ട്. നേരെ നിൽക്കുന്നു. വലിയ വറക്കാണ് തേക്കുന്നത്. അത് വെക്കും, അത് കപ്പില്ല. വരലില്ല, കയറണം. അപ്പം നമ്മളെ മീനെല്ലാം നല്ല വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അമ്മമ്മയോട് അരവിടാൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അമ്മമ്മേൻ്റെ മീൻ കറി നല്ല ടേസ്റ്റാണ്. പറ്റിയില്ലേ? മതിയില്ലേ? വാങ്ങിക്കൂടെ? നല്ലോണം പറ്റണോ? ചാറ് വേണ്ടേ? കുറച്ച് ഒരു വറ്റ് വേണ്ടേ? വെളിച്ചെണ്ണ ഞാൻ നനച്ചിനാ അമ്മമ്മ ആക്കി. പിന്നെ മീൻ പറ്റിച്ചത് റെഡിയായി. അപ്പൊ ഞാനും അമ്മ തേങ്ങ വിറ്റ് പൈസ ആക്കാൻ വേണ്ടി പോയിരുന്നു.
അമ്മ നമ്മ പോയി ചേരാട്ടാ. ആര് നമുക്ക് പെൻഷൻ പൈസ ജീവിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ പൈസ വേണ്ടേ, അത് വരുമ്പോൾ ലേഗൂസേ ഞാനും അമ്മമ്മയും പോയിട്ട് വന്നു. പോയ വകയിൽ പാറൂസിൻ്റെ വക ഒരു ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. പാറു എന്തേ മണ്ടലി തേങ്ങ അതിന് വീണില്ലേ? എന്നാ ഫ്രൂട്ടി കുടിച്ചോ. ഏഗോസ് വരൂ ഫ്രൂട്ടി. ഇതാ നിങ്ങൾക്കുണ്ട്. അമ്മമ്മ വാ. ആ അത്ര മതി വാ. ഒരാപ്പം അതിലുണ്ട് ഇതാ രണ്ടാമത്. ആ ഇത് മതിയമ്മ. നല്ല തണുപ്പുണ്ട്. അപ്പൊ അങ്ങനെ അറിയുന്നുണ്ട്. ചൂടല്ലേ ഇപ്പൊ മഴ പെയ്യാണ്ടിരിക്കുമ്പോ. മണ്ടയിൽ തേങ്ങ ഉരിക്കാനേ കിട്ടൂല. അത് കത്തിയാളുണ്ടായിട്ട് ഇങ്ങനെ ആക്കേണ്ടി വരും. അത് നടുക്കേ പൊളന്നിട്ട് കൊപ്പരയാക്കാനായിട്ട് ആ ഉരിച്ചാ കിട്ടൂല. കടിച്ചു കുടിച്ചവരുണ്ടാവും. കഴിഞ്ഞാച്ച് അമ്മ മവ് കൊണ്ട് ഒരിക്കലായി ഇട്ടാ ലാസ്റ്റ് വിട്ടു കൊടുക്കൂലെന്ന് തന്നെയല്ല അമ്മ. ആ മണ്ടല് പിടിച്ച തേങ്ങ എങ്ങനെയും ആ ചിരട്ടേന്ന് ഇങ്ങനെ അതിന്റെ ചേരി വരൂല. ലാസ്റ്റ് അമ്മ മവ് കൊണ്ട് ഇതാ കുത്തി 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 ഉരിക്കുന്നുണ്ട്. ഞാൻ മവ് കൊണ്ട് തേങ്ങ ഉരിക്കുന്നുണ്ട്. കിട്ടിപ്പോയി വിടാൻ മാട്ടെ. കൊപ്രയാന്ന് കുത്തിപ്പൊളിച്ചാൽ മതിയായിരുന്നു. എല്ലാം കൊടുത്തിട്ടാ കുറച്ച് ബാക്കിയുണ്ടല്ലോ അമ്മ. അമ്മമ്മക്ക് കഴിക്കെല്ലാം വേണ്ടേ? കൊപ്രയാക്കാനാ നല്ലോണം വെള്ളമില്ലാത്തതുണ്ട്. അതൊക്കെ കൊപ്ര കൊടുത്താല് കൊപ്രയുടെ കൊടുത്തിട്ട് വെളിച്ചെണ്ണ മണിക്കാല് പൈസ മേടിക്കും. അപ്പൊ നമ്മ ചോറയ്ക്കലായി കേട്ടാ. 12 മണി അതിനത്ര 12 കാലായി. അപ്പൊ അതാ കൊടുവരിക്ക ഉപ്പേരി ഉണ്ട് കേട്ടാ. ലഘു സ്പെഷ്യൽ കൊടുവരിക്ക ചട്ടിയോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കരി പറ്റുമോ അമ്മ? ആ കുറച്ച് 2 കഷ്ണം മതി കേട്ടാ. 2 കഷ്ണം അല്ലാണ്ട് എനിക്ക് കൊറേ കഷ്ണം തരുന്നുണ്ടാവും. ഭയങ്കര ഇഷ്ടമാണ്. മതി നിങ്ങ കഴിക്ക്. നമ്മ ഇടക്ക് കിട്ടിയാലേ കഴിക്കുന്നില്ലേ അമ്മമ്മേ? എങ്ങനെയുണ്ട് പാറു സ്പെഷ്യൽ മീൻ പറ്റിച്ചത്? എനിക്ക് ഇഷ്ടമാണ് അമ്മേന്റെ കറി. നല്ല എരിവും ഉപ്പും പുളിയെല്ലാം പിടിച്ചിട്ട് അത് പറയുന്നോറും ഇടും. നിങ്ങ കൊണ്ടുവച്ചാ ചട്ടിയപ്പുറം കൊണ്ടുവച്ചാ മതി. നിങ്ങ ഒന്നും എടുത്തിട്ടല്ല 2 കഷ്ണ. അപ്പൊ നമുക്ക് ചോറ് കഴിക്കാം. കൊടുവരിക്ക ഉപ്പേരി ഉണ്ട്, മീൻ പറ്റിച്ചതും ഉണ്ട്. അമ്മമ്മേന്റെ സ്പെഷ്യൽ കൊടുവരിക്ക ഉപ്പേരിയാന്ന്. എങ്ങനെ നോക്കട്ടെ. എടുക്കാമമ്മ മറന്നുപോയാ എന്ത് ചൂടെടുക്കാൻ? ഇപ്പം മീൻ പറ്റിച്ചതും കൊടുവരിക്ക ഉപ്പേരിയെല്ലാം കൂട്ടി ചോറ്
ചോറൊന്നും വേണ്ടാകും ഇത് ഞാൻ താവരുന്നോണ്ടിരിക്കും. എന്താ വറവ് വാങ്ങുന്നുണ്ടാവില്ല, വറവിലല്ല ഇട്ട് ഇങ്ങനെയാണ്. അപ്പൊ ഞാനും അമ്മയും തിരിച്ചു പോലായി കേട്ടാ. അമ്മ വരുന്നാ? ഒന്നും ഇരുന്നില്ല, കൊറേ നാളായി ഇപ്പം വരാത്. അതെ, വന്നാ പിന്നെ വന്നോണ്ടിരിക്കും. വസന്തമ്മ ഇന്നലെ വിളിച്ചാലും നിങ്ങളെ ചോദിച്ചിന് പാറമ്മ വരലില്ലേ? ഞാൻ പറഞ്ഞു നിങ്ങ പോയാ പിന്നെ പറമ്പി വരില്ല. ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഇന്നലെ വിളിച്ചിന് രാത്രി കൊറേ സമയം വർത്താനം പറഞ്ഞു. പിന്നെ നിങ്ങളെന്നെ കാണാനായിട്ട് എന്തോ പോലെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞിന്. ഞാൻ പറഞ്ഞ ഒരു ദിവസം കൊണ്ട് പോയി വേറെ ഇവിടെ പിന്നെ സുനീനെ ഒറ്റക്കന്നെ ആക്കണ്ടേ, രാത്രിയാകുമ്പോ ഒറ്റക്കന്നെ വന്ന് കിടക്കണ്ടേ എന്നെല്ലാം പറഞ്ഞില്ല. പിന്നെ ഇപ്പം മഴയൊന്നും ഇല്ലല്ലോ, മഴയും വെള്ളമെല്ലാകുമ്പോ പിന്നെ ഒരൊറ്റക്കന്നെ നിൽക്കുമ്പോൾ നമുക്കൊരു ഇത്. അപ്പം പിന്നെ ആച്ചെല്ലാം നല്ലതായില്ലേ. നല്ല വീടിയാണ്. ഞാൻ പറഞ്ഞു ആദ്യ വീടിയെല്ലാം നിന്നോ, കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നോ, പിന്നെ ആദ്യം നിന്നോ നല്ല പറഞ്ഞു ആയിക്കോട്ടെ. അപ്പൊ നമ്മ ചോറെല്ലാം കഴിച്ചു. നമ്മ ഉണ്ടായോണ്ട് അമ്മമ്മയും ചോറ് കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഉച്ചക്ക് ഒന്ന് തിന്നൊന്നും ചെയ്യില്ല, ഇങ്ങനെ കട്ടൻ ചായയും ബിസ്ക്കറ്റും വെച്ച് കുടിക്കൂ. അല്ല വാറൂസേ? അപ്പൊ അമ്മമ്മേൻ്റെ അടുത്ത് അമ്മ രാവിലെ വന്നിന്. ഞാൻ അതിന് ലോഗുവിനും സ്കൂളിൽ പറഞ്ഞതിന് ശേഷമാണ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെ വന്ന കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അല്ല അമ്മമ്മ? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.